ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു സീലിംഗ് ഫാൻ എങ്ങനെ പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലീഫ്, പിന്നെ ഇതാണ് എൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ക്രോംപ്ടൻ്റെ ഹൈ സ്പീഡ് സീലിംഗ് ഫാനാണ്. ഇത് ഒരു 1800 രൂപ വില വരും. നമുക്കിനി അത് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം ഒരു സീലിംഗ് ഫാനിൻ്റെ പടം കൊടുത്ത് അതിൻ്റെ കണക്ഷനും റെഗുലേറ്ററിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സർക്യൂട്ട് ഡയഗ്രം നമ്മുടെ ഫാനിൻ്റെ കവറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റാൻഡും മോട്ടറും വയറിങ്ങും ഒക്കെ കപ്പാസിറ്ററൊക്കെ പിടിപ്പിക്കുന്നത് എങ്ങനെ, കപ്പാസിറ്ററൊക്കെ പിടിപ്പിച്ചാണ് വരുന്നത്. പിന്നെ ബാക്കി വയറിങ് കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നമ്മുടെ പെട്ടിയുടെ പുറത്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്ര ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കുമ്പം നമ്മുടെ ഇതിന് വാറണ്ടി കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. 1 വർഷം വാറണ്ടിയാണ് ഇതിന് പറയുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ വാറണ്ടി കാർഡ്. 2 എണ്ണത്തിന് നമ്മൾ 2 ഫാൻ വാങ്ങിച്ചായിരുന്നു. ഇതാണ് വാറണ്ടി കാർഡ്. ഇപ്പോൾ 1 വർഷം വാറണ്ടി ഉണ്ട് ഇതിന്. അപ്പോൾ അവർ വീട്ടിൽ വന്ന് ഫ്രീ സർവീസ് ചെയ്ത് തരും 1 വർഷത്തേക്ക്. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് ഇതെൻ്റെ കപ്പാണ്. നമ്മുടെ ഫാനിൻ്റെ സ്റ്റാൻഡ് വരുന്ന കപ്പ്, 2 കപ്പുണ്ട്. 2 കപ്പും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ വരുന്നത് മോട്ടർ. ഇതാണ് നമ്മുടെ മോട്ടർ, ക്രോംപ്ടൻ്റെ മോട്ടർ വരുന്നത്. അപ്പോൾ തുറന്ന് കാണിക്കാം. പിന്നെ വീട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ അത് പിടിപ്പിക്കാനായിട്ടൊരു നട്ടും ബോൾട്ടും ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് തുറന്ന് കാണിക്കാം. നമ്മൾ ആ പെട്ടിക്കകത്ത് കണ്ട ഒരു നട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ, ഇത് നമ്മൾ ഹുക്കെ പിടിപ്പിക്കാനായിട്ടുള്ള അതിൻ്റെ വാഷറും നട്ടും ബോൾട്ടും ഒക്കെയാണ്. ഈ പെട്ടിക്കകത്ത് വന്നാണത്. ഈ പെട്ടിക്കകത്ത് നമുക്കിനി ആവശ്യമില്ല. പിന്നെ ഇതാണ് 2 കപ്പ് പറഞ്ഞത്. 2 കപ്പുണ്ട്, 2 കപ്പ്. പിന്നെ ഇതാണ് നമ്മുടെ മോട്ടർ. അതിൻ്റെ കപ്പാസിറ്ററൊക്കെ ഇവിടെ തന്നെ പിടിപ്പിച്ച് വരുന്നുണ്ട്. ഇതാണ് മോട്ടർ. പിന്നെ ലീഫ് നമുക്ക് ഈ ഒരു പെട്ടിക്കകത്താണ് വരുന്നത്. 3 ലീഫുണ്ട്. നമുക്കത് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ലീഫുണ്ട്. പിന്നെ നമ്മളൊരു കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളിപ്പം പൈപ്പിൻ്റെ ഒരു ഇതിലാണ് ഹാങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഹോൾഡ് ചെയ്യാൻ, അത് ഫാൻ കിടക്കാൻ വേണ്ടി ഒരു ഹോൾഡറല്ല, ഹാങ് ചെയ്ത് കിടക്കാനായിട്ടൊരു കമ്പി കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, ഹുക്കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിപ്പിക്കുന്നത്. ഈ വാഷറൊക്കെ ആ പൈപ്പിൽ, ആ കമ്പിയിലാണ് വരുന്നത്. പിന്നെ നമുക്കിനി സെറ്റ് ചെയ്ത് തുടങ്ങാം. ലീഫ് പിടിപ്പിക്കാനായിട്ടുള്ള നട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് ലീഫ് പിടിപ്പിക്കാനായിട്ടുള്ള 2 നട്ട്. നമുക്ക് തന്നെ ഇവിടെ 2 നട്ടുണ്ട്, ഇപ്പുറത്ത് 2 നട്ടുണ്ട്. അങ്ങനെ 3 ലീഫിനുള്ള 6 നട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ നട്ട് അഴിച്ച് മാറ്റുക, ലീഫ് കയറ്റി വെച്ച് സ്ക്രൂ ചെയ്താൽ മതി. അപ്പോൾ അത്രയുള്ളൂ വരാം. അപ്പോൾ നമുക്ക് ലീഫ് ആദ്യമേ പിടിപ്പിച്ച് വെക്കാം. ആദ്യം തന്നെ ഈ നട്ടെല്ലാം ഊരി മാറ്റുകയാണ്. നമ്മൾ അൺസ്ക്രൂ ചെയ്ത് എല്ലാം അങ്ങനെ ഊരിയെടുത്തിട്ട് നമ്മുടെ ലീഫ് പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെല്ലാം ഊരി മാറ്റി, ഊരി അതിൻ്റെ നട്ടും അതിൻ്റെ ഒരു വാഷർ ഉണ്ടാകും കളയാതെ വെക്കുക. നല്ലതായിട്ട് നമ്മൾ മുറുക്കണം, അല്ലെങ്കിൽ ഫാൻ കറങ്ങുമ്പോൾ അത് ലൂസായി ലീഫൊക്കെ തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതായിട്ട് ലീഫ് കയറ്റി നല്ലതായിട്ട് മുറുക്കുണ്ടാകും. ഇവിടെ അടുത്ത് അഴിക്കുകയാണ്. 6 നട്ട് നമുക്ക് അഴിക്കാനായിട്ടുണ്ട്. നമുക്കിത് അവിടെ തന്നെ തിരിച്ച് വെക്കേണ്ടതാണ്. നമ്മൾ ലീഫ് വെക്കാം. എല്ലാ നട്ടും നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ലീഫ് പിടിപ്പിക്കാൻ പോവാണ്. ലീഫ് അപ്പം നമ്മുടെ ഈ വെൽഡ് ചെയ്തേക്കുന്ന ഭാഗം മേളിൽ വരുന്ന രീതിയിൽ വെക്കേണ്ടതാണ് നമ്മൾ ലീഫ്. അതായത് ഈ ഭാഗം താഴെ വരും, നമ്മുടെ ഇത് മേളിലും വരും, ഈ ഭാഗം താഴെ വരും. ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അത് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ച് ആദ്യം ഒരു നട്ടെടുക്കുക, ഒരു വാഷർ എടുത്ത് അകത്ത് കയറ്റിയിട്ട് നമ്മൾ അങ്ങോട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. എല്ലാത്തിനും വാഷർ ഇടണം. എല്ലാ ലീഫും വെച്ചിട്ട് നട്ട് ചെറുതായിട്ടൊന്ന് മുറുക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് മൊത്തത്തിൽ എല്ലാം കൂടെ ഒന്ന് മുറുക്കിയാൽ മതി. നല്ല ടൈറ്റാക്കി കൊടുത്താൽ മതി. നമ്മുടെ ഒരു ലീഫ് നമ്മൾ വെച്ചിട്ടുണ്ട്. അടുത്ത്
അടുത്ത ലീഫ് നമ്മളെടുത്ത് അതിലും ഇങ്ങനെ തന്നെ നമ്മൾ 2 നട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലീഫിൻ്റെ നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തെ ലീഫ് നമ്മൾ വെക്കാൻ പോവാണ്. മൂന്നാമത്തെ ലീഫിൻ്റെ 2 അറ്റം പോലെ അറ്റം വാഷർ നമ്മളെടുക്കുക. വാഷർ കയറ്റി ഇട്ട് മുറിക്കുകയാണ്. മൂന്ന് ലീഫും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. 3 ലീഫും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നട്ടെല്ലാം നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുത്ത് നല്ല ബലത്തിൽ ഫുൾ ടൈറ്റ് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ നട്ടും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് കറങ്ങുമ്പം എന്തെങ്കിലും ലൂസാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നല്ലൊരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഫുൾ ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫാൻ്റെ ലീഫെല്ലാം നമ്മൾ നല്ല രീതിയിൽ മുറുക്കി നല്ല സ്ക്രൂ ഡ്രൈവർ ഇട്ട് നല്ലതായിട്ട് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ഇവിടെ പിടിപ്പിക്കണം. സ്റ്റാൻഡ് ഇവിടെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്തൂടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഇനി ആ പരിപാടിയിലേക്ക് പോകാം. ആദ്യം ഒരു പരിപാടി ചെയ്യണം പിടിപ്പിക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ നമ്മളൊരു വയർ എടുത്തിട്ടുണ്ട്, നല്ല നീളത്തിലൊരു വയർ. ആ വയർ നമ്മൾ ഈ പൈപ്പിനകത്തൂടെ കയറ്റി വിടണം. നമ്മുടെ ഫേസിനോട്ടുള്ള കൊടുക്കുന്നതിനകത്തൂടെയാണ് നമ്മൾ വയർ കയറ്റി വിടാറ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് മേളിൽ വരുന്ന ഭാഗമാണ്, നമ്മുടെ ഈ ഹുക്കിൽ പിടിപ്പിക്കാനായിട്ടുള്ള ഭാഗമാണ് ഇവിടെ. അപ്പോൾ നമ്മളിത് ചുമ്മാ കയറ്റി വിട്ടാൽ മതി. പക്ഷേ ഇവിടെ ഇറക്കുന്നത് നമ്മൾ ഈ ഹോളിലൂടെയാണ് ഇറക്കുന്നത്. ഈ ഹോളിലൂടെ നമ്മൾ വയറിങ് ഇറക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവഴി അങ്ങ് കയറ്റി വിട്ടേക്കാൻ മതി. ഇതുവഴി നമ്മൾ പൈപ്പിനകത്തൂടെ വയർ കയറ്റി വിട്ടു. ഏകദേശം ഒരു കുറച്ച് തള്ളി കിടക്കുന്ന രീതിയിലും അതുകൊണ്ട് തന്നെ ഇപ്പുറത്തും കുറച്ച് തള്ളി കിടക്കുന്ന രീതിയിലും വെച്ച് നമ്മൾ പ്ലെയർ വെച്ച് കട്ട് ചെയ്തിട്ടാൽ മതി. നമ്മൾ കുറച്ചുകൂടെ നീളം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് വിടുവാണ് പ്ലെയർ വെച്ച്. കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ പൈപ്പ് ഫാനിൻ്റെ മോട്ടറിൻ്റെ അടുത്ത കമ്പിയിലേക്ക് കൊടുക്കുക. മോട്ടറിൻ്റെ ഈ കമ്പിയിലേക്ക് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ടാണ് നമ്മൾ ഫാൻ വെക്കുന്നത്. അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യണം. ഈ വയറിങ്ങിൻ്റെ ഫേസിനോട്ടുള്ള നമ്മുടെ ഈ കണക്ഷനിലേക്ക് കൊടുക്കണം. ഇവിടെ 2 കണക്ഷനുണ്ട്. അതായത് ഫേസിനോട്ടിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണക്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഈ താഴത്തത് ഫേസും ഇവിടെ ഇതിൻ്റെ മേലത്തെ ന്യൂട്രലുമാണ് വരുന്നത്. നമുക്ക് ഈ സ്ക്രൂ ലൂസാക്കിയിട്ട് ഇവിടെ ഫേസും കയറ്റി വെക്കുക, ഇവിടെ ന്യൂട്രലും കയറ്റി വെക്കുക. അങ്ങനെ നമ്മുടെ റെഗുലേറ്ററിൽ നിന്ന് വരുന്ന ഫേസും ന്യൂട്രലും കൊടുക്കുന്നത് അവിടെയാണ്. അങ്ങനെ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ റെഗുലേറ്റർ ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് അത് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വയറിൻ്റെ 2 അറ്റം ഇൻസുലേഷൻ കളഞ്ഞ് എടുത്തേക്കുവാണ്. ഇവിടെ ഇത് നമ്മളിത് പൈപ്പ് കയറ്റി വെക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്. ചെറിയൊരു ഹോളുണ്ട്. അവിടെ നമുക്ക് ഈ പൈപ്പ് കയറ്റിയിട്ട് ഇവിടെ ഒരു ഹോൾ കിട്ടും. ഈ ഹോള് ഇവിടുത്തെ ഹോളിന് നേരെ ആകുമ്പോൾ നമുക്ക് ഈ നട്ടിട്ട് മുറുക്കാനായിട്ടുള്ളതാണ്. അതായത് അടി വേറെ വലിയ ബോൾട്ടും നട്ട് ബോൾട്ടൊക്കെ വരുന്നുണ്ട്. അതിന് കുറച്ച് അത് ലൂസായാലും ഇത് കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കയറ്റി വെക്കുക. നമ്മുടെ ആ കിഴുത്തേക്ക് നേരെയാകുമ്പോൾ നമുക്കിതൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ കിഴുത്തയുടെ നേരെയാകുമ്പോൾ ഒന്ന് സ്ക്രൂ ചെയ്യാം. നല്ലതായിട്ടൊന്ന് മുറുക്കി കൊടുക്കുക. നമ്മുടെ ഈ സ്ക്രൂ നമ്മളിവിടെ നല്ലതായിട്ട് മുറുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫേസ് നോട്ടിലും കയറ്റി മുറുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടുത്തെ നട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫേസ് വയറങ്ങോട്ട് കയറ്റി കൊടുത്താൽ മതി. റെഗുലേറ്ററിൽ നിന്ന് വരുന്ന ഫേസ്. അപ്പോൾ അതിൻ്റെ മേലത്ത് നമ്മൾ ലൂസാക്കി ഇടുവാണ്. എന്നിട്ട് നമ്മൾ കയറ്റി വെച്ചാൽ മതി. നമ്മളിവിടെ വയർ ഇൻസുലേഷൻ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് കയറ്റി വെച്ചാൽ മതി. എന്നിട്ടൊന്ന് സ്ക്രൂ ചെയ്ത് മുറുക്കി കൊടുക്കുക. നമ്മൾ നല്ല രീതിയിൽ മുറുക്കി കൊടുക്കുക. പുറത്തോട്ട് വയറൊന്നും നിൽക്കാത്ത രീതിയിൽ മുറുക്കി കൊടുക്കും.
നമ്മൾ ഫേസ് കൊടുത്ത് ഇനി അടുത്തതിൻ്റെ മേളിലായിട്ടാണ് ന്യൂട്രൽ കൊടുക്കുന്നത്. ഇടയ്ക്ക് ഗ്യാപ്പാണ്, അവിടെ കൊടുക്കണ്ട. മേളിലാണ് നമ്മൾ ന്യൂട്രൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു വലിയ നട്ടും ബോൾട്ടും വരും, അത് നമുക്കിട്ട് മുറുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഇവിടെ വരുന്ന നട്ടും ബോൾട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ട് നട്ടും കൊടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 വാഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലോക്കും കൊടുത്തിട്ടുണ്ട്. ഈ നട്ടെങ്ങാനും ലൂസായി പോന്നാലും ഊരിപ്പോരായിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ലോക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലോക്കാണ്. അപ്പോൾ നമ്മളിത് അഴിച്ച് ഇവിടെ കയറ്റിയിട്ട് ഇത് മുറുക്കിയിട്ട് ലോക്കിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഫാൻ്റെ അടിയിലത്തെ പണി കഴിയും. അപ്പോൾ നമ്മൾ അത് നട്ടഴിച്ച് മാറ്റിയിട്ട് കയറ്റിയിടാൻ പോകും. കയറ്റിയിട്ട് നമ്മൾ ആദ്യം 2 വാഷറുണ്ട്. ഒരു വാഷർ, വലിയ വാഷറും ചെറിയ വാഷറും ഉണ്ട്. 2 ഇടുക. അത് കഴിഞ്ഞിട്ട് അന്നേരം ഈ വയറൊന്നും ഇതിനിടയ്ക്ക് പോകാതെ നോക്കണം. നമ്മൾ ഇതിട്ടിട്ട് ആദ്യമായി വലിയ നട്ടിടുക, അത് മുറുക്കുക. അടുത്ത് ചെറുതുണ്ട്, അത് ഇടുക. 2 മുറുക്ക് നല്ല സ്പാനർ വെച്ച് നല്ലതായിട്ട് മുറുക്കണം. അത് മുറുക്കിയിട്ട് നമുക്ക് ഇവിടെ ഒരു ലോക്കും കൂടി ഇടാനുണ്ട്. അത് ലോക്ക് ഇവിടെ കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ലോക്ക് കയറ്റിയിട്ട് പ്ലെയർ വെച്ച് ആ കമ്പി 2 സൈഡിലേക്ക് ആക്കി കൊടുക്കണം. 2 സൈഡിലേക്ക് ആക്കി കൊടുക്കാൻ പോകണം. ഒറ്റ പിടിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വളക്കി കൊടുത്താൽ മതി കമ്പി. 2 ഡയറക്ഷനാക്കി വെച്ചാൽ മതി. ഈ കമ്പിയും കൂടെ വളച്ച് കൊടുക്കുക. ആ കമ്പിയും കൂടെ വളച്ച് കൊടുത്തിട്ട് നമ്മുടെ ലോക്കായിട്ടുണ്ട്. ഇനി അത് നട്ട് ലൂസായാലും ഇത് ഇവിടുന്ന് ഊരിപ്പോയി ഫാൻ താഴ്പ്പോൾ അങ്ങനെ ചാൻസ് ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ നല്ലതായിട്ട് മുറുകിയിരിപ്പുണ്ട്. ഓക്കെ, ഇനി മേളിൽ വേറൊരു കപ്പും കൂടെ വരും. ഇത് തിരിച്ചാണ് നമ്മൾ വെക്കുന്നത്. ഇതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് മേളിലേക്കാക്കിയാണ് മറ്റേ കപ്പ് വരുന്നത്. നമ്മൾ മേളിലത്തെ കപ്പൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. ആ ശകലം ഒന്ന് താത്ത് വെച്ചാൽ മതി. മേളിൽ വരുന്ന രീതിയിൽ ശകലം താത്ത് വെക്കുക. ഇനി നമ്മൾ അടുത്ത മേളിലത്തെ ഇവിടെ ഒരു ഹുക്ക് വരും, അതാണ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. മേളിലത്തൊരു ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. ഇതാണ് റബ്ബറിൻ്റെ ഒരു ടൈപ്പാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റേ ഹോൾഡറെ വരുന്ന. ഇതാണ് മേളിലത്തെ ഒരു ഹാങ് ചെയ്യുന്നൊരു ഹുക്കുണ്ട്. ആ ഹുക്കേ വരുന്ന ഇവിടാണ്. ഇതാണ് നമ്മുടെ പൈപ്പേ വരുന്നൊരു ഭാഗം. ഇവിടെ ഒരു ലോക്കുണ്ട്, ഒരു കമ്പിയുടെ ലോക്കുണ്ട്. അതും അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് 2-3 നട്ടുണ്ട്. അത് ഊരിയെടുത്തിട്ടാണ് നമ്മളത്തെ മേലത്തെ ഈ പൈപ്പിൻ്റെ മേളിൽ പിടിപ്പിക്കാൻ പോകുന്നത്. ഇതുവഴി ഇത് ഹോൾഡർ ഇതിൻ്റെ മേളിൽ പൈപ്പിൻ്റെ മേളിൽ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വയർ ഇതിൻ്റെ അകത്തോട് എടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ ഇട്ട് കൊടുക്കാം. നട്ടും ബോൾട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പം അവിടെ ഒരു ഹോളുണ്ട്. ആ ഹോൾ വഴി കയറ്റി വിട്ടാൽ മതി. ഇതുവഴി ഇവിടെ ഒരു ഹോളുണ്ട്, അതുവഴി അത് കയറ്റി വിട്ടാൽ മതി. നട്ടും ബോൾട്ടൊക്കെ മുറുകി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ലോക്കുണ്ട്, ആ ലോക്ക് കൂടെ ഇട്ട് കൊടുത്താൽ മതി. മുറുക്കിയിട്ട് അവിടെ ആ ലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ലോക്കിൻ്റെ ഒരറ്റം ഇങ്ങോട്ടും ഒരറ്റം അങ്ങോട്ടും ആക്കി മുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നട്ട് ലൂസായാലും ഇത് ഊരി പോരത്തില്ല, അതുകൊണ്ട്. അപ്പോൾ നമുക്കിനി ഈ ലോക്ക് അഴിച്ച് ഈ വാഷർ നമ്മുടെ ഹോൾഡ് ചെയ്യുന്ന മറ്റേ ഒക്കെയാണ് പിടിപ്പിക്കേണ്ടത്. അതുകൂടെ പിടിപ്പിച്ചാൽ മതി. നട്ടും ബോൾട്ടും അതിൻ്റെ വാഷറും എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ ഈ ഹോൾഡ് ചെയ്യുന്ന ഈ സാധനം, ഈ ഹുക്ക് നമ്മുടെ പൈപ്പിൽ അല്ല തടിയിലാണെങ്കിൽ അത് പിടിപ്പിച്ച് വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ റബ്ബർ ബുഷ് ഇതിനകത്ത് കയറ്റി വെക്കണം. ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ ഫാനെ പിടിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ നട്ടും ബോൾട്ടൊക്കെ ഇട്ട് മുറുക്കുന്നത്. ഇത് കയറ്റി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫാൻ്റെ ഇതിരിക്കുന്ന കൊണ്ട് തന്നെ ഇങ്ങനെ കയറ്റി വെക്കുക. എന്നിട്ട് നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കിയാൽ മതി. പെട്രോള് ഫാൻ്റെ പരിപാടി. അപ്പോൾ ഞാനൊരു ഡെമോ കാണിക്കുവാണ്. ഇത് വെച്ച് ഹുക്ക് വിത്ത പിടിപ്പിച്ചേക്കുന്നൊരു ഡെമോ കാണിക്കുവാണ്. അപ്പം നമ്മുടെ നട്ടും ബോൾട്ടും എല്ലാം ഒക്കെ വിട്ടിട്ട് നമ്മൾ മുറുക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ലോക്ക് കൂടി ഇട്ട് കൊടുത്താൽ മതി.
എന്നിട്ട് നമ്മളിത് പൈപ്പ് ഇട്ടിട്ട് ഹാങ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഫാനിൻ്റെ ഇൻസ്റ്റാളേഷൻ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്.